ആരാരെ ആദ്യം ഉണർത്തി, ആരാരുടെ നോവ് പകർത്തി. പക്ഷെ ആരാരുടെ നോവ് പകർത്തി എന്ന് പറയുന്നത് ഗംഭീര പ്രയോഗമാണ്. ആണ്. അതുകൊണ്ടല്ലേ ഞാനത് വിശദീകരിക്കാൻ. അതെ. അറിയില്ലല്ലോ നുരയിടും പതയിടും തിരമാല പെണ്ണിന്റെ ചേല്. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ. കതിർപ്പാൽ മണികൾ കനമാ. യേശുദാസിന്റെ ശബ്ദങ്ങൾക്ക് വ്യത്യസ്തതകളുണ്ട്. അദ്ദേഹം ഈ പാട്ടിൽ കൊടുത്തിരിക്കുന്ന പ്രണയത്തിൻ്റെതായ ഒരു അനുഭവമുണ്ട്. നമ്മളത് കേൾക്കുമ്പോൾ അതിങ്ങനെ അനുഭവിക്കും നമ്മളത്. ആലിൻ കൊമ്പിൽ കിളിയുണരുമ്പോൾ ആകാശത്തമ്പിളിയുരുകുമ്പോൾ ഇരുളല ചിതറിയ പുലരിയുണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞൊരുകി. ഹിമജലമൊഴുകിയ പുഴയിൽ അഴകിൽ നാം ഇരുമി. ഉണരും ചലനം ചലനം. വേറൊരു ലെവലാണ്. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ തേൻ വണ്ടു ഞാൻ. പൂവേണു പൂവേണു. ആവർത്തിച്ച് ഞാൻ കേൾക്കുന്ന പാട്ട് ആണല്ലേ? രവീന്ദ്ര മാഷ. മുത്തിനുള്ളിലൊതുങ്ങും പൂമാരൻ തനനനന. ഇത് രസമാണ് ജോൺസൺ മാസ്റ്ററുടെ മ്യൂസിക്. പത്മരാജൻ സാറിന്റെ ഒരു ഇമേജിനെ മാറ്റിയെടുത്ത ഒരു സിനിമ കൂടിയാണ്. ഏറ്റവും നിർണായകമായ പാട്ട് വേണ്ട എന്ന് തീരുമാനിച്ച് തിയേറ്ററിൽ കട്ട് ചെയ്തിരുന്നു. അത് വളരെ ലാഗടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തില്ലെന്ന് ആലോചിക്കുന്നു. പിൽക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ പാട്ടായി അത് മാറി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഡോക്ടർ സജിത് ഏവൂരത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് സർ. ഹായ് സാറ് പത്മരാജനെ കുറിച്ചും ബി ആർ പ്രസാദിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പാട്ട് വർത്താനങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതാ സാറിനെ ഒന്ന് കാണണമെന്നുള്ളത്. പത്മരാജൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ പവിഴം പോൽ പവിഴാധരം പോൽ എന്ന് പറയുന്ന പാട്ടാണ് സാറിന്റെ സിനിമകളിലെ ഏറ്റവും OMV ഗ്രൂപ്പ് എഴുതിയ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ശരിക്കും ആ പാട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാനാണ് വിചാരിക്കുന്നത്. ആദ്യം മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ, പിന്നെ എല്ലാ ഉത്തരങ്ങളായിരിക്കും. OMV ഗ്രൂപ്പ് സാറിന്റെ ശിഷ്യനായിരുന്നു പത്മരാജൻ എന്നറിയാമല്ലോ. ആയിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിരുന്നു. അവിടെ ഒരു കഥയുണ്ട്. പത്മരാജൻ സാർ ആദ്യമായി എഴുത്തുകാരനാകുന്നത് തന്നെ അങ്ങനെ ഒരു കഥയിൽ നിന്നാണ്. പത്മരാജൻ അവിടെ ഡിഗ്രി പഠനത്തിന് ചെല്ലുന്നു. കോളേജ് മാഗസിൻ ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഒരു മുഖ്യധാരയിൽ വരുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ ക്ലാസ്സിൻ്റെ പിന്നിൽ ഒതുങ്ങിയിരുന്ന് ഇംഗ്ലീഷ് നോവലുകളൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. കോളേജിലെ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ കോളേജിലെ പൊതുപരിപാടികളുമായിട്ടൊന്നും പത്മരാജൻ സാറിന് വലിയ ബന്ധമില്ല, അല്ലെങ്കിൽ അന്നത്തെ പത്മരാജന് ബന്ധമില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല, ഇത് മറ്റേ പാർട്ടിക്കാരനാണ് ഇവൻ എന്ന് ചില നേതാക്കന്മാർക്ക് തോന്നുകയും പത്മരാജൻ സാറ് ഒരു കഥ എഴുതി, ആദ്യമായൊരു കഥ എഴുതി. ഈ കഥ അന്ന് സ്റ്റാഫ് എഡിറ്ററായിട്ടിരുന്നത് ONV സാറാണ്. അദ്ദേഹത്തെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഇത് വായിച്ചിട്ട് അന്നത്തെ മാഗസിൻ എഡിറ്ററായി വിജയിച്ച, പിൽക്കാലത്ത് വലിയ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയ, ഒരു മന്ത്രിയൊക്കെയായി മാറിയ ഒരാളാണ് അന്നത്തെ സ്റ്റുഡൻറ്റ് എഡിറ്റർ. അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. നല്ലൊരു കഥ വന്നിട്ടുണ്ട്, നല്ല മനോഹരമായ കഥയാണ്, ഇത് നമ്മുടെ മാഗസിനിൽ ഇപ്രാവശ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ശരി എന്ന് പറഞ്ഞ് സാറേ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം മാഗസിൻ ഇറങ്ങുന്നു. മാഗസിനിൽ കഥയില്ല. അപ്പോൾ അതെന്താ സംഭവം? പത്മരാജൻ വളരെ വിഷണ്ണനായി സാറിനെ പോയി കണ്ടു. സാറേ ഇങ്ങനെ ഇല്ല. സാറ് സ്റ്റുഡൻ്റ് എഡിറ്ററെ വിളിക്കുന്നു. എന്താണ് അത് കൊടുക്കാതിരുന്നത്? അപ്പോൾ പറയുന്നു അത് പ്രസ്സിൽ സംഭവിച്ചൊരു വീഴ്ചയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ സാറിന് പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാറ് വിശ്വസിക്കുന്നു. പത്മരാജൻ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറയുന്നു, സാറേ കഥയോ വന്നില്ല, എന്നാൽ ഞാൻ എഴുതി തന്നത് ഇങ്ങനെ തന്നാലേ ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുക്കാം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ സാർ പറഞ്ഞതിനെന്താ, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, എഡിറ്ററുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നു. ആ കഥ ഞാൻ കൊടുക്കണം കേട്ടോ. കഥ അദ്ദേഹം വലിച്ചു കയറി കളഞ്ഞു. ഇവൻ മറ്റവൻ്റെ ആളാണ് എന്ന് വിചാരിച്ച് വലിച്ചു കയറി കളഞ്ഞു. എന്ത് ചെയ്യും? അവസാനം ഒരാഴ്ച പുള്ളി ക്ലാസ്സിൽ വരാതെ അല്ലെ സാറിനെ വെട്ടപ്പെടാതൊക്കെ നടന്നു. അത് കഴിഞ്ഞ്
സാറ് രക്ഷയില്ല, സാറിനെ കണ്ടു, സാറെ കീറിപ്പോയി, താനെന്ത് സ്റ്റുഡൻ്റ് എഡിറ്ററോട്, കഴിവുള്ളവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ, രാഷ്ട്രീയമാണോ നോക്കേണ്ടത്, നല്ലൊരു കഥ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ട് താനത് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇഷ്ടംപോലെ വഴക്ക് പറഞ്ഞു. മരാനോട് കാര്യം പറഞ്ഞു. ശരി സാർ. അദ്ദേഹം അങ്ങനെ വളരെ ബഹളമൊന്നുമില്ല, ഒതുങ്ങിക്കൂടിയ പ്രകൃതക്കാരനാണ്. ഡിഗ്രി കഴിഞ്ഞു, ഇതെല്ലാം പിരിഞ്ഞു. ഈ രാഷ്ട്രീയക്കാരനായ ഇദ്ദേഹം 19 വയസ്സ് മറ്റോ ഉണ്ട്. ആ സമയത്ത് കൗമുദി വാരിക വരുന്നു. എഡിറ്ററുടെ പേര് പറഞ്ഞില്ല സാർ. അത് ഞാൻ പറയും, അതിനാണ് ഈ സസ്പെൻസ്. ഇദ്ദേഹം യാദൃച്ഛികമായി നോക്കുമ്പോൾ മലയാളത്തിനൊരു ഭാവി വാഗ്ദാനം എന്ന നിലയിൽ ഇതാ ഒരു പുതിയ കഥാകൃത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് കെ ബാലകൃഷ്ണൻ്റെ കുറിപ്പോടുകൂടി കഥ വന്നിരിക്കുക. കഥ ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്നാണ് കഥയുടെ പേര്. അപ്പോൾ അദ്ദേഹം വായിച്ചു നോക്കി. പത്മരാജൻ, എടാ ഈ കഥയാണല്ലോ ഇവൻ അന്ന് എഴുതി തന്നത്. അങ്ങനെ നടന്നു. പത്മരാജൻ ആകാശവാണി ജോലി കിട്ടി, അങ്ങനെ പോയി. വർഷങ്ങൾ കഴിഞ്ഞു. നേതാവിൻ്റെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നു. അവിടുത്തെ വാർഷികത്തിന് PTA പ്രതിനിധിയായിട്ട് ഇദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ് പത്മരാജനെ ക്ഷണിക്കാൻ, മുഖ്യ അതിഥിയായിട്ട്. ഇദ്ദേഹം വന്നു. ഒരു ഭാവഭേദവുമില്ലാതെ പത്മരാജനുമായിട്ട് സംസാരിച്ചു. രണ്ടുപേരും ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ചെന്നു. ഉദ്ഘാടന വേദിയിൽ പത്മരാജൻ പറഞ്ഞു, എൻ്റെ കടിഞ്ഞൂൽ കഥയുടെ ഘാതകനാണ് ഈ അധ്യക്ഷനായിരിക്കുന്നത്. പുള്ളി മലന്നുപോയി. ഇവൻ ഇങ്ങനൊരു പണി കാണിച്ചതാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വലിയ സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹവും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ചവരെല്ലാം പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരാണ് C. ദിവാകരൻ. ഇങ്ങനെ രണ്ട് പ്രധാന പേര്, രണ്ടുപേരെയും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു അപൂർവ സംഭവം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ലോല എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കഥ, ഞാൻ മരിച്ചതായി നീ മരിച്ചതായി ഞാനും കരുതുക, നാളെ നമ്മൾ പിരിയുകയാണ്, ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേയിലോ അല്ലെങ്കിൽ ഈ പിരിഞ്ഞു പോകുമ്പോഴൊക്കെ കുട്ടികൾ ഫോട്ടോഗ്രാഫൊക്കെ എഴുതി കൊടുക്കുന്നത് ഈ വരികളാണ്. അത്രയേറെ പുതിയ കാലത്തെ അല്ലെ പുതിയ തലമുറയെ ഈ കഥ സ്വാധീനിച്ചിരിക്കുന്നു. പക്ഷെ പത്മരാജൻ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പത്മരാജൻ്റെ കഥകൾ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സമാഹാരം ഇറക്കിയപ്പോൾ അദ്ദേഹത്തിന് ആ കഥ ഒന്നാമത് വെക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അത് അവസാന ഭാഗത്തേക്ക് മാറ്റി. അദ്ദേഹം ഒന്നാമത് വെച്ചത് ചൂണ്ടൽ എന്ന് പറയുന്ന കഥയാണ്. ആ കഥ വന്നതോടുകൂടിയാണ് പത്മരാജൻ എന്ന എഴുത്തുകാരനെ ലോകമറിയുന്നത്. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായിരുന്നു. ആ കഥ കൊടുത്തത് സാക്ഷാൽ MT വാസുദേവൻ നായരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് യാദൃച്ഛികതകൾ പത്മരാജനുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും ഒരു പത്മരാജൻ ദിവസത്തിലാണ്, പത്മരാജൻ ഓർമ്മ ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകത എൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദൃശ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പല ജോലികൾ ചെയ്ത് പോയി. 2000 രജിസ്റ്റർ ചെയ്തതാണ് PhD. പക്ഷേ എനിക്ക് 2009 അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. PhD വിഷയം പറയൂ. ദുരന്തബോധം പത്മരാജൻ്റെ കൃതികളിൽ, ട്രാജിക് കോൺഷ്യസ്നെസ് ഇൻ പത്മരാജൻസ് ലിറ്റററി വർക്ക്സ്. പത്മരാജൻ്റെ സമ്പൂർണ്ണ സാഹിത്യ കൃതികളാണ് എൻ്റെ പഠന വിഷയം. മറ്റൊരു പ്രത്യേകത, ഞാനും അദ്ദേഹവും അയൽവാസികളാണ്, അടുത്തടുത്ത പ്രദേശത്തുകാരാണ്, മുതുകുളമാണ് ഞങ്ങൾ രണ്ടുപേരും. പത്മരാജൻ്റെ കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും കഥകൾ പുതഞ്ഞ മണ്ണുകളും ഒക്കെ എനിക്കും തൊട്ടറിയാൻ കഴിയും. പത്മരാജൻ്റെ കാലഘട്ടത്തിൽ കണ്ട മുതുകുളം കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. ഇപ്പം മുതുകുളം ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടും എനിക്കൊരുപാട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപക്ഷെ വളരെ ആത്മാർത്ഥമായി എനിക്ക് ആ ഗവേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ സന്തോഷങ്ങളാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ തിരക്കഥകൾ, കഥകൾ, നോവലുകൾ ഒക്കെ പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാ ഈ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് അങ്ങ് ചോദിച്ചത്. ആ സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ പത്മരാജൻ്റേതല്ല, അത് KK സുധാകരൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റേതാണ്. അദ്ദേഹവും ഓണാട്ടുകരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് പത്മരാജൻ തിരക്കഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയും ഈ തിരക്കഥയും കൂടെ നോക്കിയാൽ പത്മരാജൻ്റെ ആ ക്രാഫ്റ്റ്, ആ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാവും. ഈ സോളമൻ എന്ന് പറയുന്ന കഥാപാത്രമല്ല കഥയിൽ നായകൻ, പ്രധാന കഥാപാത്രമാകുന്നത്. അതിനെ എത്ര ഗംഭീരമായിട്ടാണ് പത്മരാജൻ മാറ്റിയെടുത്തിരിക്കുന്നത്. സോളമനെ നായകനാക്കിക്കൊണ്ടാണ് സിനിമ വന്നിരിക്കുന്നത്. മൗലികമായ ഒരു കഥ പോലെ തന്നെ അദ്ദേഹം ഈ തിരക്കഥയിൽ വിസ്മയങ്ങൾ ഉണ്ടാക്കിയാണ് ഈ സിനിമ വരുന്നത്.
വളരെ പ്രധാനപ്പെട്ടൊരു പാട്ടാണ്. ഇതൊരു പ്രധാന സന്ദർഭത്തിൽ വരുന്നൊരു പാട്ടാണ്. രചനയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ONV സാറിൻ്റെ മനോഹരമായ പാട്ടാണ്. ജോൺസൺ മാസ്റ്ററുടെ മനോഹരമായ സംഗീതം, ഒരു അലൗകിക സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ ഞവരക്കൽ തറവാട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ഈ പാട്ട് പൊതുസമൂഹത്തിന് വേണ്ടി പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അതൊക്കെ ഒരു വളരെ വലിയ അതെ വളരെ വലിയൊരു സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ ആ എന്താണ് നാലുകെട്ടിന് ചുറ്റും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും സുഹൃത്തുക്കളും ബന്ധുക്കളും എൻ്റെ സ്റ്റുഡൻസ് കുട്ടികളുമൊക്കെ ഇരുന്നുകൊണ്ട് ഈ പാട്ട് പാടാനുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഭാഗ്യം. പാടണം. ഇവിടെ ആര് വന്നാലും ഞങ്ങൾ പാടിക്കും. പാടുപെടുന്ന പഠിച്ചേ ഞങ്ങൾ വിടുകയുള്ളൂ. സാർ പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ കാലം. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ, പുതുവേളകളിൽ തലതാരര അണി കണ്ടുണരാൻ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഞാൻ ഈ പാട്ട് കേട്ടിട്ട് ദാസാറ് ശ്വാസം മുട്ടി മരിക്കാത്തതിനെ കുറിച്ച് ആലോചിച്ചു. കാരണം അത്ര ഡെപ്തിലാണ് ഈ സാധനം പോയിക്കുന്നത്. തീർച്ചയായും ഈ സാധാരണ പവിഴമല്ല, പവിഴം പോൽ പവിഴാധരം എന്ന് പറയുന്നതല്ലേ, എനിക്കൊന്നും നമുക്കൊന്നും തമാശയ്ക്ക് പോലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത. അത് മാത്രമല്ല, അപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രണയ ആതുരമായൊരു ശബ്ദമുണ്ട്. ഓരോ യേശുദാസിന്റെ ശബ്ദങ്ങൾക്ക് വ്യത്യസ്തതകളുണ്ട്. അദ്ദേഹം ഈ പാട്ടിൽ കൊടുത്തിരിക്കുന്ന പ്രണയത്തിൻ്റെതായ ഒരു അനുഭവമുണ്ട്. നമ്മളത് കേൾക്കുമ്പോൾ അതിങ്ങനെ അനുഭവിക്കും നമ്മളത്. കാരണം ഇത് ഈ ബിബ്ലിക്കൻ ചില പ്രണയ സങ്കല്പങ്ങളും അത്തരം വരികളും ഒക്കെ ചേർത്തുള്ളൊരു അങ്ങനെയുള്ളൊരു സിനിമയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ മുന്തിരിത്തോപ്പുകളിൽ പോയി എൻ്റെ പ്രണയം നിനക്ക് പകർന്നു തരും എന്നൊക്കെയുള്ള അത് കേട്ടിട്ടാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ആ ഒരു അന്തരീക്ഷവും ആ ഒരു പശ്ചാത്തലവും ഈ പാട്ടിലുണ്ട് എന്നുള്ള ഈ പാട്ടിൻ്റെ സൗന്ദര്യം. അതാണ് ഈ പാട്ടിൻ്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് അനുഭവിക്കാൻ കഴിയുന്നത്. ചിലർക്ക് ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്, ഈ ഇറോട്ടിക് അല്ലാത്ത എലമെന്റ്സിനെ ഇറോട്ടിക് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത് പോലെ. ഇപ്പോൾ റഫീഖ് സാർ എഴുതിയിട്ടുള്ള മറ്റേ മാമല കണ്ടേ പുഴകൾ കണ്ടേ എന്ന് പറയുന്ന പാട്ടിനെയും ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവതരിപ്പിക്കാറുണ്ട്. ശരിക്കും അത് മാമല കാണുന്നതും പുഴകൾ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള സാധാരണ വരികളാണ്, പ്രകൃതി വർണ്ണനയാണ്. ഇതിൽ അതേപോലെ തന്നെ ONV സാർ എഴുതിയിട്ടുള്ള മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർ പാൽമണികൾ കനവാർന്നതില്ലേ എന്ന് ചോദിക്കുമ്പോൾ മതകൂജനമാർന്ന ഇണപ്രാക്കളില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ കൂജനമാർന്ന ഇണപ്രാക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ സംസാരിക്കും. ഞാൻ വിചാരിക്കുന്നത് രാവിലെയുള്ള മോർണിംഗ് വിഷ്വൽസ് ആണ്. തീർച്ചയായും മാതളങ്ങൾ ഒരു പ്രണയഭാവവും ഭാവവും അവിടെ കൊണ്ടുവരണം. രണ്ടും വേണം, ബിംബങ്ങൾ ഉപയോഗിക്കണം, ബ്ലെൻഡ് ചെയ്യണം. പ്രാവുകളെ എങ്ങനെ കൊണ്ടുവരുമ്പോഴും മാതളങ്ങൾ തളിർ ചൂടിയത് സാധാരണ തന്നെ മാതള ഇലകൾ തളിർ ചൂടിയതാണ്, തളിരാണ് കാണിക്കുന്നത്. കതിർ പാൽമണികൾ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളി ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ സൂര്യപ്രകാശം അതിലടിക്കുമ്പോൾ അത് വെള്ള നിറമാകും. അപ്പൊ അതാണ് പാൽമണികൾ കനവാർന്നതില്ലേ, അപ്പൊ ഇങ്ങനെ വീഴാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പാൽമണിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് വേറെ ഏതാണ്ടൊക്കെയാണ് ഇതിനകത്ത് തെറ്റിദ്ധാരണ. അത് ഈ പത്മനാഭ സാറിന്റെ ചില സിനിമകളിൽ അത്തരം ചില, പ്രത്യേകിച്ച് ഭരതൻ സാറുമായിട്ട് ചേർന്ന് ചെയ്ത ചില സിനിമകൾ അത്തരത്തിലുള്ളതായതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ആൾക്കാർക്ക് തോന്നുന്ന ഇത് പ്യുവർ പ്രണയമാണല്ലോ ഇതില്, മറ്റൊന്നും ഇതിൽ വരുന്നില്ല. എന്നാൽ ഇതിൽ ചില അതിനപ്പുറത്തെ ചില ഭാവങ്ങൾ രചനയുടെ കൗശലത്തിലൂടെ ONV സാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ചരണത്തിലുണ്ട്. നിന്നനുരാഗമിതെൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണ നിൻ കുളിർമാറിൽ സഖി എന്നൊക്കെ അദ്ദേഹം വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം കൂടി ചേർന്നതാണല്ലോ പ്രണയം. പത്മരാജൻ സാറിൻ്റെ അദ്ദേഹം ആദ്യമായി സംവിധായകനാകുന്നത് പെരുവഴിയമ്പലം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. അതിൽ പാട്ടുകളില്ല. അദ്ദേഹം സംവിധായകനായ പല സിനിമകളിലും പാട്ടുകളില്ല. പക്ഷെ അദ്ദേഹം തിരക്കഥാകൃത്തായ പല സിനിമകളിലും മനോഹരമായ പാട്ടുകൾ അതിനു മുമ്പ് വന്നിട്ടുണ്ട്. രതി നിർവേദമായാലും തകര കുടയോളം ഭൂമി കുടത്തോളം കുളിര് കുളിരാം കുരുന്നിലെ ചൂട്
നുരയിടും പതയിടും നുര തിരമാല പെണ്ണിൻ്റെ ചേല്. ഇതൊക്കെ ആദ്യത്തെ സിനിമയിൽ തന്നെ സാക്ഷാൽ വയലാർ സാർ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്, പ്രയാണം. അതിൽ ബിച്ചു തിരുമല എഴുതിയിട്ടുണ്ട്. അങ്ങനെ 4-5 പാട്ടുണ്ട് പ്രയാണത്തിൽ തന്നെ. പക്ഷെ അതൊക്കെ ഭരതൻ സാറാണ് സംവിധാനം. പിന്നെ ഇതാ ഇവിടെ വരെ IV ശശി അദ്ദേഹമാണ് സംവിധാനം. അതിലുമുണ്ട് നല്ല പാട്ടുകൾ, മനോഹരമായ പാട്ടുകളുണ്ട്. ധാരാളം പാട്ടുകൾ അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ സ്പർശമുള്ള സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സംവിധായകനായപ്പോൾ പാട്ടിന് സ്ഥാനമില്ല, വന്നില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വിജയമായ സിനിമയാണ് കൂടെവിടെ. കൂടെവിടയിൽ 2 മനോഹരമായ പാട്ടുണ്ട്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറി പോകേ. പ്രാവ് പറന്നുപോയി. അങ്ങനെയാണ്. അതിൽ തന്നെ പിന്നെ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ. മനോഹരമായ പാട്ടാണ്. ആ സിനിമയോട് കൂടിയാണ് പാട്ടുകൾക്കൊരു പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് വരുന്നത്. അതും ONV സാറും ജോൺസൺ മാസ്റ്ററുമാണ്. കുറേ സിനിമകളിൽ ഇങ്ങോട്ട് ONV സാറാണ് അദ്ദേഹത്തിന് മിക്ക സിനിമകളിലും അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ പാട്ട് എഴുതിയിരുന്നത്. ഈ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ ഇതും മറ്റൊരു പാട്ടുണ്ട്, മറ്റേ ലോറി ഓടിച്ചു പോകുമ്പോൾ ആകാശമാകെ കണിമല തനനന പുലരി പോൽ വരും. ആ പാട്ടുണ്ട്. ആ വണ്ടി ആ ഒരു ഫീലാണ്, നല്ല സ്പീഡ് ഒരു ഫീൽ. മ്യൂസിക് ഒക്കെ അതെ. ജോൺസൺ മാസ്റ്റർ ഭയങ്കര ബ്രില്യൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ രസകരമായ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ട്. പിന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയ കാണാമറയത്ത്, അതിൽ ഒരുപാട് മനോഹരമായ പാട്ടുകളുണ്ട്. അതിൽ ഇപ്പം പിന്നീട് റീമിക്സ് ചെയ്ത് തന്നെ വന്ന പാട്ടുണ്ട്, ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ. അപ്പോൾ അങ്ങനെ ആ പാട്ടുകൾ, അങ്ങനെ ധാരാളം പാട്ടുകൾ അത് പിന്നീടുള്ള സിനിമകളിൽ വന്നു. ദേശാടനക്കിളികൾ കരയാറില്ല ഉണ്ട്. പിന്നെ ഒഴിവുകാലത്തിലെയാണ് ജയകുമാർ സാറാണ് വരികൾ. സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണ പൂക്കളുറങ്ങിയില്ല, പൊയ്പോയ നാളിൻ മയിൽ പീലി മിഴികളിൽ നീലാഞ്ജനദ്യുതി മങ്ങിയില്ല. അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആണ് ഒഴിവുകാലം എടുക്കുന്നത്. PV ഗംഗാധരൻ സാർ കോഴിക്കോട് കളക്ടറാണെന്ന് ജയകുമാർ സാർ എന്ന് കോഴിക്കോട് കളക്ടർ. അപ്പോൾ ഇങ്ങനെ സൗഹൃദം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പുതിയ സിനിമ എടുക്കുമ്പോൾ പാട്ട് എഴുതാനുള്ള PV ഗംഗാധരൻ സാറ് വിളിച്ചു ഇദ്ദേഹത്തെ. അപ്പം അങ്ങനെ ചെന്നൈയിൽ ചെന്നു. അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ ഭരതൻ സംവിധാനം, പത്മരാജൻ തിരക്കഥ, ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഇരിപ്പുണ്ട്. പുതിയ ആളിനെല്ലാം പരിചയപ്പെടുത്തി. അപ്പം അച്ഛൻ്റെ ഒരു സിനിമയിൽ പണ്ട് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, കൃഷ്ണനായർ സാറിൻ്റെ. അതല്ലാതെ അത് അച്ഛൻ്റെ സിനിമയിൽ മകൻ പാട്ട് എഴുതുന്ന ഒരു വലിയ സംഭവമല്ല. പക്ഷേ ഇത് പുതുതായി വലിയൊരു പ്രതിഭകളുടെ സംഗമത്തിൽ പാട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയും, എൻ്റെ ആദ്യത്തെ പാട്ട് ഈ പാട്ടാണ്, സായന്തനം നിഴൽ വീഴ്ച. അപ്പം വന്നു, ഇങ്ങനെ പരിചയപ്പെട്ടു. കൃഷ്ണനായർ സാറിൻ്റെ മകനും കൂടെ ആണ്, ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇരുന്നു, സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. ഇതിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞ് അവർ തമ്മിലുള്ളൊരു പ്രണയമാണ്. കല്യാണം കഴിച്ച് ഒഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അതിലൊരു പ്രയോഗമുണ്ട്, അത് ഞാൻ പറയാം അതിലേക്ക്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അടുത്ത മുറിയിൽ പോയിരുന്ന അദ്ദേഹം എഴുതി. ഈ ആദ്യത്തെ 4 വരി എഴുതി. സായന്തനം നിഴൽ വീശിയില്ല, പ്രായത്തിൻ്റെ വൈകുന്നേരമായിട്ടും അവരിൽ പ്രണയത്തിന് നിഴൽ വീണിട്ടില്ല.
ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയിട്ടില്ല. ഉം. മനസ്സിൻ്റെ മുറ്റത്ത് ഇട്ടിരിക്കുന്ന ശ്രാവണപ്പൂക്കൾ അല്ലെങ്കിൽ ആ മനോഹരമായ പൂക്കളൊന്നും വാടിയിട്ടില്ല, വാടി തുടങ്ങിയിട്ടില്ല. അതങ്ങനെ പൂത്തുലഞ്ഞിപ്പോഴും പ്രണയഭാവത്തിൽ നിൽക്കുന്നു. ഉം. പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജന ദ്യുതി മങ്ങിയിട്ടില്ല. ഓ. ആ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ മിന്നലുകൾ, പ്രകാശം അത് മങ്ങിയിട്ടില്ല. ഇതാണ് സംഭവം. ഉം. എഴുതി പത്മരാജൻ സാറാണ് ഈ പേപ്പർ വാങ്ങിക്കുന്നത്. വായിച്ചു. സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയില്ല, പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജന ദ്യുതി മങ്ങിയില്ല. കറക്റ്റ്. ഉം. അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആലോചിക്കണം. പിന്നാണ് അദ്ദേഹം എഴുതുന്നത്, ശ്രീമതി പക്ഷികൾ സാധകം ചെയ്യുന്ന സാമഗാനം കേട്ടു എന്നൊക്കെയുള്ള പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള വരികളാണ്. ഉം. ശ്രീമതി പക്ഷി എന്നുള്ള പ്രയോഗം, ഉം. നോട്ട് കുമാരി. അപ്പോൾ അത്ര മനോഹരമായ പാട്ടുകൾ. ഉം. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ചൂളം കുത്തും കാറ്റേ കൂടെ വാ, അങ്ങനൊരു പാട്ടുണ്ട്. ഉം. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വന്നു. ഉം. പലതും ONV കുറുപ്പ് സാറാണ് എഴുതിയത്. ഇവർ തമ്മിലൊന്ന് തെറ്റി. ഉം. ആ, അങ്ങനെയുണ്ടൊരു സംഭവം. ഓ, അതും പറയണമല്ലോ. അത് പറയണം. തൂവാനത്തുമ്പികൾ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ്. തൂവാനത്തുമ്പികൾ സോ കോൾഡ് കൾട്ട് ഫിലിമാണ്. കൾട്ട് ഫിലിമാണ്. എന്നാൽ അതിൽ ഇറങ്ങിയ കാലത്ത് അത് അത്രയും ഉൾക്കൊണ്ടിട്ടില്ല ജനം എന്ന്. അതൊക്കെ ഞാൻ പറയാം, അതിലേക്ക് വരാം. കാരണം പത്മനാഭൻ സാറിൻ്റെ പല സിനിമകളും കാലത്തിന് വളരെ മുമ്പേ സഞ്ചരിച്ചു പോയവയാണ്. ഇന്ന് റീ റിലീസ് ചെയ്യാനുള്ള ഒരു പടത്തെ കുറിച്ചുകൂടെ എനിക്ക് ആഗ്രഹമുള്ള ഒരു പടം കൂടെ ഞാൻ പറയാം. ഈ തൂവാനത്തുമ്പികളിൽ അദ്ദേഹം ആകാശവാണിയിലായിരുന്നു, അറിയാമല്ലോ അറിയാം. പത്മനാഭൻ സാറ്. തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ പിൽക്കാലഘട്ടത്തിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം തൃശ്ശൂരിലാണ് അദ്ദേഹം ജോലി തുടങ്ങിയത്. ഉം. രാധ ചേച്ചി അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നീടാണ് അവരുടെ സൗഹൃദം പ്രണയമാകുന്നതും കല്യാണം കഴിക്കുന്നതും. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ കഥകൾ, ഈ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി കണക്റ്റഡ് ആയിട്ടുള്ള അനേകം കഥകളുണ്ട്. കഥകൾ പഠിച്ചതുകൊണ്ട് എനിക്ക് അത് പറയാൻ കഴിയും. അദ്ദേഹത്തിനോടൊപ്പം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത ആളാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. നല്ല മ്യൂസിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അറിയാമല്ലോ, ഒരു വളരെ പാവത്താനായ ഒരാളാണ്. ഒരുപാട് അങ്ങ് ഇടിച്ചു കയറുകയോ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അടുത്ത സിനിമയിൽ രവിയാണ് സംഗീത സംവിധാനം പറഞ്ഞിരുന്നു. തൂവാനത്തുമ്പികൾ എടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. ONV സാറിനോടും, സാറാണ് പാട്ട് എഴുതുന്നത്. അങ്ങനെ അപ്പോൾ പാട്ട് എഴുതിയപ്പോൾ ആരാണ് സംഗീത സംവിധാനം അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആയപ്പോൾ എപ്പോഴും ഈ വലിയ എഴുത്തുകാർക്കും വലിയ സംഗീത സംവിധായകർക്കും ഒക്കെ ഒരു പേഴ്സണാലിറ്റി ചെയ്യണം എന്നായിരിക്കും അവരുടെ ആഗ്രഹം. കാരണം അവരുടെ എഴുതുന്നത് മോശമായി പോകരുത്. എന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കപ്പെടണം. അവരുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. അത് നമ്മളാരും ആഗ്രഹിക്കുന്ന അങ്ങനെ നമ്മുടെ ഒരു വർക്ക് ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ നല്ലൊരു മീഡിയത്തിൽ വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്ന് പഞ്ചാഗ്നി നക്ഷതങ്ങൾ പോലെയൊക്കെയുള്ള പടങ്ങൾ വന്നങ്ങനെ ബോംബെ രവി ബോംബെ ONV ടീം അങ്ങനെ കത്തി നിൽക്കുന്ന കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ചെയ്താൽ കൊള്ളാം, അപ്പോൾ പാട്ടുകൾ അങ്ങനെ ഹിറ്റായി നിൽക്കുന്ന കാലമാണ്. അപ്പോൾ ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. സാറ് എതിർപ്പൊന്നും പറഞ്ഞില്ല, അങ്ങനെ ചെയ്തു. പക്ഷേ ഇത് കുറേയൊക്കെ ഷൂട്ട് ചെയ്തു, കുറേ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്ത ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ വരികളും ഈ ഷൂട്ട് ചെയ്ത പിക്ചറുകളും സീനുകളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വേണ്ടത്ര ബ്ലെൻഡ് ആകുന്നില്ല എന്ന് സംവിധായകന് തോന്നി, പത്മരാജന് തോന്നി. പാട്ടൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ടായി. അത് അദ്ദേഹം കുറുപ്പ് സാറിനോട് പറഞ്ഞു. അത് എന്തോ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരിക്കാം, അത് നടന്നില്ല. അങ്ങനെ നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം പുതിയൊരു രചയിതാവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹത്തെയാണ് ആദ്യം പത്മരാജൻ സാർ മനസ്സിൽ കണ്ടത്. പക്ഷെ അദ്ദേഹം അന്ന് വന്ന ആ ടൈമാണ്. ONV സാറ് പിന്മാറിയ ഒരു പ്ലേസിൽ റീപ്ലേസ് ചെയ്യാനുള്ള വലിപ്പമുള്ള ഒരാൾ വേണം എന്നുള്ള ചിന്തയിൽ നിന്ന് അദ്ദേഹം തൻ്റെ ബന്ധുവായ ഇൻമട്ടക്കോമയ തൻ്റെ ബന്ധുവായ ശ്രീകുമാരൻ തമ്പി സാറിനെ സമീപിച്ചു. രസമതല്ല, ശ്രീകുമാരൻ തമ്പി സാറിനെ അതുവരെ അദ്ദേഹം വിളിച്ചിരുന്നില്ല പാട്ടെഴുതാൻ. രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. ആദ്യം തമ്പി സാറ് വഴങ്ങിയില്ല. പിന്നെ ചോദിച്ചു, താൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, താങ്കൾ ഒരു സംവിധായകനാണ്, തമ്പി ഒരു സംവിധായകനാണ്. ഒരു സംവിധായകനെ മറ്റൊരു സംവിധായകൻ്റെ മനസ്സറിയാൻ കഴിയും. അങ്ങനെയാണ് തമ്പി സാറിനെ ഇതിലേക്ക് തമ്പി സാർ ഇതിൽ വീഴുന്നത്. അങ്ങനെ തമ്പി സാർ പോയി ഈ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന സീനുകൾ കണ്ടിട്ട്, സീനുകൾ കാണുന്നു,
എഴുതുന്നു. ഉം. അങ്ങനെ എഴുതിയതാണ് ഒന്നാം രാഗം പാടി മേഘം പൂത്തു തുടങ്ങി. എന്തോ ഗംഭീര പാട്ടുകളാണ്. കിട്ടില്ല. തമ്പി സാറിൻ്റെ ആ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. ഉം. ഇത് കണ്ടു. മോഹൻലാലും പാർവതിയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ വടക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്നു. പിന്നെ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥൻ്റെ മുൻപിൽ. അത്ര മനോഹരമായിട്ട് അദ്ദേഹം അത് എഴുതി. മറ്റേതാണല്ലോ മേഘം പൂത്തു തുടങ്ങി, ഇടിമിന്നലുകളാണ്. മേഘം പൂത്തു തുടങ്ങി. ആ സീൻ നേരത്തെ പറഞ്ഞൊരു ഇറോട്ടിക് സിറ്റുവേഷനാണ്. അപ്പം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങിയിരിക്കുന്നു, മേദിനി ഭൂമി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. കാരണം പുതിയത് സൃഷ്ടിക്കാനുള്ള താളമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഈ മേഘം പൂത്തു തുടങ്ങുകയും മോഹം പെയ്തു തുടങ്ങിയ മഴ, ഇടിമിന്നൽ, ഇത്തരമൊരു അന്തരീക്ഷത്തിൽ രാത്രിയിൽ എന്തായിരിക്കും ഇങ്ങനെയൊരു കവിതാക്കളുടെ ഇടയിൽ സംഭവിക്കുക. നോക്കൂ എത്ര ഗംഭീരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. നോക്കൂ, മേദിനി കേട്ടു നെഞ്ച്, ആരാരെ ആദ്യം ഉണർത്തി, ആരാരുടെ നോവ് പകർത്തി. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആരാരുടെ ചിറകിൽ ഒതുങ്ങി അറിയില്ലല്ലോ. അതറിയില്ല, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, എത്ര സഭ്യമായി പ്രയോഗിച്ചിരിക്കുന്നു. നമ്മുടെ എഴുത്തുകാരുടെ പലരും ഈ സിനിമാ പാട്ടുകൾ വേവാത്ത ചേനക്കഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്നവരുണ്ട്. ഞാൻ അവരെയൊന്നും കുറ്റം പറയുന്നില്ല. അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. ഇത് സിനിമയിലെ വേവാത്ത ചേനക്കഷണമാണ് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ സിനിമ ഓർക്കില്ല. ഒരു പാട്ട് കേട്ടാൽ നമ്മളുടെ ഇന്നലകളിലേക്ക്, നമ്മളുടെ ഓർമ്മകളിലേക്ക് മടക്കി കൊണ്ടുപോകുന്നത് പാട്ടുകളാണ്. ഇതേത് സിനിമയിലാണെന്ന് പോലും നമ്മൾ ചിലപ്പോൾ ഓർക്കുകയില്ല. അതാണ് പാട്ടിൻ്റെ ശക്തി. അപ്പോൾ അങ്ങനെ രണ്ട് ഗംഭീരം പാട്ടുകൾ. പക്ഷെ ആരാരുടെ നോവ് പകർത്തി എന്ന് പറയുന്നത് ഗംഭീര പ്രയോഗമാണ്. ആണ്. അതുകൊണ്ടല്ലേ ഞാനത് വിശദീകരിക്കാൻ. അതെ, തമ്പി സാറ് ഗ്രേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, തമ്പി സാറിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ടല്ല എഴുതിയെന്ന് മനസ്സിലാക്കണം. സീനുകൾ കണ്ടിട്ടാണ്. പത്മരാജൻ സാർ അതുപോലെ തന്നെ സീനുകൾ മനോഹരമായിട്ട് എടുത്ത് വെച്ചിരുന്നു. അതും നമ്മൾ കാണണം. പിന്നെ മൂന്നാം പക്കത്തിലെ ഉണരുമീ ഗാനം ഉരുകുമെൻ ഉള്ളം. പിന്നെ താമരക്കിളി പാടുന്നു തെയ്തകതോ, താളിയോലകളാടുന്നു തെയ്തകതോ, ചങ്ങാതി ഉണരൂ വസന്തഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ സുഗന്ധഗംഗയിലൊഴുകൂ, നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളിതാ മരക്കിളി പാടും. ഇങ്ങനെ സൂപ്പർ പാട്ടാണത്. ഇളയരാജയാണത്. അതെ അതെ. എനിക്ക് തോന്നുന്നു അതിലെ പാട്ടിനാണ് ജി വേണുഗോപാൽ അദ്ദേഹത്തിന് ആദ്യമായി സംസ്ഥാന പുരസ്കാരം, അല്ലെങ്കിൽ സംസ്ഥാന പുരസ്കാരം കിട്ടിയ ആ പാട്ടാണ് ഉണരുമി ഗാനം. പിന്നെ പത്മനാഭ സാറിൻ്റെ പാട്ടുകൾ ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ഇന്നലെ. അതൊരു കഥയാണ്. ആ കഥ എന്തായാലും പറയണം. അത് ഞാൻ പലയിടത്തും അത് ഭയങ്കര രസകരമായൊരു കഥയാണ്. ജയറാമിൻ്റെ കഥാപാത്രം, ശ്രീവിദ്യാമ്മയുടെ കഥാപാത്രം, അവർ നടത്തുന്ന ഒരു ആശുപത്രി, ഊട്ടിയാണെന്ന് തോന്നുന്നു, അവിടെ നടത്തുന്നു. അവിടെ ഒരു ബസ് അപകടം ഉണ്ടാകുന്നു. ആ ബസ് അപകടത്തിൽ കുറച്ച് പേർ മരിക്കുന്നു, കുറച്ച് പേർക്ക് പരിക്കേൽക്കുന്നു. അതിൽ പരിക്കേറ്റ് വരുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ ശോഭനയുടെ കഥാപാത്രം, അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നലകളെല്ലാവരും മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ആ പേര് പോലും അങ്ങനെ ഉപയോഗിച്ചത്. ഇന്നലകളെല്ലാം അവർ മറന്നു പോകുന്നു. അവർ ഇന്നിൽ മാത്രം ജീവിക്കുന്നു. അങ്ങനെ ഇന്നിൽ ജീവിക്കുമ്പോൾ അവരുടെ അസുഖങ്ങളെല്ലാം മാറി അവർ സ്വാഭാവികമായും സുന്ദരിയാണ്, നല്ല പെരുമാറ്റമുള്ള സ്ത്രീയാണ്, പെൺകുട്ടിയാണ്. അവരാരാണ്, അവരെന്താണ്, അവരുടെ ഇന്നലകൾ എന്താണ്, ഇതൊന്നും ആർക്കും അറിയില്ല. അവരെ ആരും അന്വേഷിച്ച് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനുള്ള ഡോക്ടറാണ്. അങ്ങനെ അവരുടെ തമ്മിലുള്ള ആ വീട്ടിലാണ് ഇവരും ജീവിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ പ്രണയമാകുന്നു. അങ്ങനെ ഒടുവിൽ ആരും വരാത്ത, അന്വേഷിക്കാത്ത, ഇവരെ പല അന്വേഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയമായി, ഇവർ തമ്മിൽ വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദം, അതൊരു പ്രണയ സാഫല്യത്തിൻ്റെ ഒരു ആഹ്ലാദമാണ്. അപ്പോൾ ആ ആഹ്ലാദത്തിന് എന്താണ്, പല നിലകളാണുള്ളത്, പ്രണയിച്ചവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന പാട്ടാണ്, അതും പെരുമ്പാവൂർ സാറാണ്. അതുകൊണ്ട് ഒരു മത്താപ്പൂ പൊട്ടി ചിതറുന്നത് പോലെ വേണം. ഇങ്ങനൊരു സംഭവിക്കാൻ പോവുകയാണ്. വിവാഹത്തിലേക്ക് എത്തുന്നു, തീരുമാനിക്കാൻ പോവുകയാണ്.
അപ്പോൾ ആ ജയറാമിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആഹ്ലാദം അതിങ്ങനെ ആയിരിക്കണം. നോക്കൂ, അപ്പോൾ ഒരാളുടെ മനസ്സിലെ ആഹ്ലാദം എത്രത്തോളം ആയിരിക്കണമെന്നൊരു പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ് ഭാവം. ശരി, അദ്ദേഹം പല ട്യൂണും ഇട്ടു, പോരാ, കുറച്ചുകൂടെ വരട്ടെ എന്നായി. അങ്ങനെ പല രാഗങ്ങൾ. ഒടുവിൽ അഠാണ എന്ന് പറയുന്ന രാഗം ഉപയോഗിക്കുന്നു. അത് കഥകളിയിൽ വീരരസം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രാഗമാണ് ഈ അഠാണ. ഈ ട്യൂൺ കേൾപ്പിക്കുന്നു. സാർ ഓക്കെ പറയുന്നു. വരികൾ കൈതപ്പുറം സാറാണ്. നീ വിൺ പൂ പോൽ ഇതളായി തെളിയും വരമായി നിറമായി. നോക്കിയേ, അതെ, ഞാൻ നിൻ തൂവൽ തനന 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 തനന, ആലിൻ കൊമ്പിൽ കിളിയുണരുമ്പോൾ ആകാശത്തമ്പിളിയുരുകുമ്പോൾ ഇരുളല ചിതറിയ പുലരിയുണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞുരുകി ഹിമജലമൊഴുകിയ പുഴയിൽ അഴകിൽ നാം ഇരുമി പുണരും ചലനം ചലനം ലലല ലലല ലലല. വേറൊരു ലെവലാണ്. അപ്പൊ അങ്ങനെ എത്ര പാട്ടുകൾ. പിന്നെ അവസാനത്തെ സിനിമയിലെ പാട്ടുകൾ ഞാൻ പറയണോ? അല്ല, ദേശാടനക്കിളി കൂടെ പറഞ്ഞിട്ട്. ആ, ദേശാടനക്കിളിയിലെ പൂവേണോ പൂവേണു പൂവേണു താനാന താനന്ന കാതോർത്തു ഞാൻ കൈനീട്ടി ഞാൻ താന താന താന. വളരെ മനോഹരമായ പാട്ടുകൾ അതിൽ ആവർത്തിച്ച് ഞാൻ കേൾക്കുന്ന പാട്ടാണ്. ആണല്ലേ? അത് രണ്ടും മറ്റേതുണ്ടല്ലോ. വാനം പാടി രവീന്ദ്രമാഷ. വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനം പാടി പോരു കാടെല്ലാം പൂത്തു, ഇങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ലാസ്റ്റ് സിനിമ ഞാൻ ഗന്ധർവൻ. 3 പാട്ട്. ഏറ്റവും നിർണായകമായ പാട്ട് വേണ്ട എന്ന് തീരുമാനിച്ച് തിയേറ്ററിൽ കട്ട് ചെയ്തിരുന്നു. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. പാട്ട് വളരെ സ്ലോയാണ്, അത് വളരെ ലാഗടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടത് വേണ്ട രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തില്ലെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും പിൽക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായ പാട്ടായി അത് മാറി. ഒരു മനോഹരമായ പാട്ടാണ് ദേവി. ദേവി ആത്മരാഗമേക കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. അർത്ഥം പറയണം. ആത്മരാഗമേകാൻ കന്യാവനിയിൽ. ആത്മരാഗം, ആത്മം, എൻ്റെ ഹൃദയ അനുരാഗം പറയുന്നതിന് വേണ്ടി കന്യാവനിയിൽ സുഖദം കളഗാനമായി പകരാൻ, എൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ എന്താണ് പകരാൻ അണയൂ ഗന്ധർവൻ്റെ വീണയാകൂ എന്നാണ്. ഗന്ധർവ വീണയാകൂ നീ ദേവി എന്നാണ്. പിന്നെ പാലപ്പൂവേ പാലപ്പൂവേ നിൻ തിരുമംഗല്യ താലി തരൂ. അതൊരു വിമർശനം ഉന്നയിക്കാറുണ്ട്. ആരെങ്കിലും മംഗല്യത്താലി വേറൊരാളിനോട് ചോദിക്കുമോ എന്ന് ഒരു വിമർശനമുണ്ട്. നമ്മൾ അങ്ങനെ പാട്ടിനെ കൊല്ലരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന് അടുത്ത വരി കേട്ടാൽ ആദ്യത്തെ എന്താണെന്ന് ക്ലിയറാണ്. മകരനിലാവേ നീ എൻ നീഹാര കോടി തരൂ എന്നാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കല്യാണത്തിന് അണിയാനുള്ള താലി നീ തരൂ, കോടി നീ തരൂ എന്ന് നമുക്കെടുക്കാം. അതിന് ഒരു ഇളവൊക്കെ നമുക്ക് കൊടുക്കരുത്. അപ്പൊ അങ്ങനെ അതിലെ മനോഹരമായ 3 പാട്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെടുത്തി തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട്. മുത്തിനുള്ളിൽ ഒളിക്കും പൂമാരൻ, മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ, മുത്തിനുള്ളിൽ ഒതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേകി നവലോകങ്ങൾ. ഇങ്ങനെ ഇത് രസമാണ് ജോൺസൺ മാസ്റ്ററുടെ മ്യൂസിക്. ഭയങ്കര പൊളിച്ച പാട്ടുകളാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ഗന്ധർവനായി എന്താണ് പത്മരാജൻ സാറിൻ്റെ ഒരു ഇമേജിനെ മാറ്റിയെടുത്തൊരു സിനിമ കൂടിയാണ്. അദ്ദേഹത്തെ ഒരു ഗന്ധർവനാക്കുന്നതൊക്കെ ഒരു പൈങ്കിളിവൽക്കരണമാണെങ്കിലും അങ്ങനെ ഒരു അഭൗമമായ ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറി. ഇപ്പോൾ 34 വർഷങ്ങൾക്ക് ഇപ്പുറവും പത്മരാജൻ എന്ന് പറയുന്ന
നമ്മൾ ഒരു നരച്ച പത്മരാജനെ അങ്ങയുടെ മനസ്സിലുണ്ടോ? ഇല്ല ഇല്ല, ആ, വളരെ അതാ. സുന്ദരനായിട്ടുള്ള ആ മുഖമായിട്ടിരിക്കുന്ന അതെ, ആ കണ്ണൊക്കെ ഇങ്ങനെ. മനുഷ്യനിൽ അതെ അതെ, മറ്റുള്ളവരെയൊക്കെ നമുക്ക് നരച്ച അതെ. രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും സങ്കല്പിക്കുകയും വേണമെങ്കിൽ എഐയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതെ. പക്ഷെ നരച്ച ഒരു പത്മരാജനെ ഈ സമൂഹവും അംഗീകരിക്കുന്നില്ല. അതാണ് അല്ല, പത്മരാജൻ. സാറിന്റെ ശബ്ദം ഇപ്പം ആകാശവാണിയിൽ ഞാനിത് അതെ, തപ്പി അതെ. നോക്കിയിട്ടുണ്ട് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ആ പാട്ടിനിടയിൽ, സീസണിലെ പാട്ടിനിടയിൽ ഉം. പോയി വരൂ അതെ, എന്ന് പറയുന്ന അതെ, ആ സാധനം പറയുന്നില്ലേ, അതിലാണ് ഞാൻ ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെ അതെ. കുറച്ചു കാലം ഞാനത് പറയാനൊക്കെ ശ്രമിക്കുമായിരുന്നു, എന്റെ ശബ്ദമായിട്ട് സിമിലർ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ. പലരും അനുകരിച്ചിരുന്നു ആകാശവാണിയിൽ. അദ്ദേഹം ആ എന്താണ് ഉച്ചാരണം, ആകാശവാണി ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പുള്ളി പറഞ്ഞിരുന്നത്. പറയുന്നത്. വാർത്തകളും അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം. ഉം. പലരും പിൽക്കാലത്ത് അത് അനുകരിക്കാൻ നോക്കിയിരുന്നു. ഉം. പക്ഷേ അനുകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ശബ്ദ സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ. അതേപോലെയാണ് സാറിന്റെ സിനിമകൾ പലതും ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ ഗന്ധർവനൊക്കെ തിയേറ്ററിൽ വീണുപോയ സിനിമ ആകുമ്പോഴും ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് വരെ കാണുന്ന സിനിമകളായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ എനിക്ക് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴും സംസാരിക്കാത്ത, ഇപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ നമ്മൾ ആവർത്തിച്ച് സംസാരിക്കുമ്പോഴും അരപ്പറ്റക്കെട്ടി ഗ്രാമത്തിൽ എന്ന് പറയുന്ന ഒരു ഏത് ഗണത്തിൽ പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാത്ത അത്രയും ഗംഭീര സിനിമയാണത്. അത് ഇന്ന് റീ റിലീസ് ചെയ്യേണ്ട പടങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് അത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ നമ്മൾ വേണ്ടത്ര നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അത് കാണാതെ പോയോ എന്ന് സംശയം തോന്നുന്ന ഒരു പടമാണ് അരപ്പറ്റക്കെട്ടി ഗ്രാമത്തിൽ. പത്മനാഭൻ സാറിന്റെ സിനിമകളെ കുറിച്ച് കൂടി സാർ ഒന്ന് പറയും. പല സിനിമകളുണ്ട്. അതിൽ അങ്ങ് പറഞ്ഞ സിനിമ വളരെ ശരിയാണ്. അത് അന്ന് ഒരുപക്ഷെ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടാതെ പോകാനുള്ള കാരണം അക്കാലഘട്ടത്തിൽ ഇത്രയും ഒരു സ്പർദ്ധ അന്ന് നിലനിന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രശ്നത്തിൻ്റെ രൂക്ഷത, സാമൂഹ്യ ബോധം ഇല്ലായ്മ, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്നത് സ്വീകരിക്കപ്പെടാതെ പോയത്. പക്ഷേ ഇങ്ങനൊരു കാലം വരും എന്ന് അദ്ദേഹം പ്രവചിച്ചു എന്നുള്ളതാണ്, കടന്നു കണ്ടു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പത്മരാജൻ സാറിൻ്റെ പല സിനിമകളും കാലത്തിനപ്പുറത്തേക്ക് കണ്ടവയാണ്. ഇപ്പോൾ 84 വന്ന തിങ്കളാഴ്ച നല്ല ദിവസം, വൃദ്ധസദനമാണത്. ശാന്തി തീരത്തിലേക്ക് അമ്മയെ അവസാനം കൊണ്ട് ഉപേക്ഷിച്ച് പോന്ന, അതുമാത്രമല്ല അതിലെ മറ്റു പല ഇപ്പോഴത്തെ സാമൂഹിക പ്രശ്നങ്ങൾ അത് അഭിസംബോധന ചെയ്യുന്നുണ്ട് ആ സിനിമ. തറവാടുകൾ വിറ്റുപോകുന്നു, ഇത് വാങ്ങാൻ വരുന്നവരുടെ രീതികൾ, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങുന്നു. ഇതൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വളരെ എന്താണ് വിദൂരമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നതോ ഇപ്പോഴും നടക്കുന്നതോ ആയ ചില സംഭവങ്ങളാണ്. അതൊക്കെ കൃത്യമായി അങ്ങനെ വാങ്ങാൻ വരുന്നവരോട് ഈ വീട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ തറവാട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പിൻതലമുറക്കാരുടെ ഒരു സമീപനം, ഇതൊക്കെ വളരെ വസ്തുതാപരമാണ്, വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. ഏറ്റവും ഒടുവിൽ ആ അമ്മയെ, അതായത് മരങ്ങളോടും കിളികളോടും ഒക്കെ നിഷ്കളങ്കയായ അമ്മയെ, അസംവദിച്ച് നടന്നിരുന്ന അമ്മയെ മറ്റൊരു പശ്ചാത്തലത്തിലേക്ക് മക്കളുടെ സൗകര്യാർത്ഥം മാറ്റി ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ കൊണ്ടുവന്ന് വിടുകയും അവർക്ക് ആ ഒരു ജൈവികമായ പരിസ്ഥിതികളോട് ചേരാൻ കഴിയാത്തത് കൊണ്ട് വിട്ടുപോവുകയും ചെയ്യുന്നു. ഈ സിനിമ വരുമ്പോൾ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ, വൃദ്ധസദനങ്ങൾ എന്ന് പോലും, അല്ലെങ്കിൽ അങ്ങനെ എടുത്തില്ലെങ്കിൽ പോലും ഓരോ പഞ്ചായത്തിലും ഒരു പകൽ വീട് പദ്ധതിയുണ്ട് സർക്കാരിന്. എന്തിനാ? പ്രായമായവരെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ. രാത്രിയിൽ വേണമെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവിടുമായിരിക്കും. അപ്പോൾ അത്തരത്തിലേക്കൊരു നമ്മുടെ സമൂഹം മാറും, നമ്മുടെ ഒരു തലമുറ മാറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഞാൻ ഗന്ധർവൻ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനോട് പല സഹപാഠികളും കണ്ടിട്ട് വന്നിട്ട് പരിഹാസത്തോടു കൂടി പറഞ്ഞെന്നാണ് പറയുന്നത്, ജീൻസ് ഇട്ട് നടക്കുന്ന ഗന്ധർവൻ, ലൂണായെ പോകുന്ന ഗന്ധർവൻ, ബേക്കറിയിൽ കിടന്ന് അടിയിടുന്നു, ഇതെന്ത് ഗന്ധർവനാണ് നിൻ്റെ അച്ഛൻ്റെ എന്ന് ചോദിച്ചതായിട്ടാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല അതിനെ എടുക്കേണ്ടിയിരുന്നത്. 2ാം വർഷ സുവോളജി വിദ്യാർത്ഥിനി ഭാമ ടൂറിന് പോകുമ്പോൾ ഒരു ബീച്ചിലിറങ്ങുമ്പോൾ കാലിൽ വന്ന് അടിക്കുന്ന ഒരു പ്രതിമയിൽ നിന്നാണ് അപ്പോൾ ആ കുട്ടിയോട് കൂട്ടുകാരാണ്ട് പറയുന്നു, ഇതിങ്ങനെ ഗന്ധർവൻ്റെ പ്രതിമ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മുത്തശ്ശി കഥയാണ്. അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത ഗന്ധർവൻ എന്ന് പറയുന്നൊരു സങ്കല്പം അതിൻ്റെ മനസ്സിൽ, അതിൻ്റെ റീക്രിയേഷനാണ് ഈ വരുന്നതല്ല. അപ്പോൾ ഒരു 18 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 17 വയസ്സുള്ള ഒരു കൗമാരക്കാരിയുടെ മനസ്സിലുണ്ടാകുന്ന കാമുക സങ്കല്പങ്ങളുടെ വൈവിധ്യതകളാണ് ഈ ഗന്ധർവൻ ഇങ്ങനെ പല രീതിയിൽ വരുന്നതായിട്ട്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ മലയാളിക്ക് അന്ന് കഴിഞ്ഞില്ല. പക്ഷേ
ഏതാണ്ട് 10-20 കൊല്ലത്തിനിപ്പുറം നന്ദനം വന്നപ്പോൾ ആക്സെപ്റ്റൻസ്. അതാണ് പത്മരാജൻ. ഇങ്ങനെ അനേക കഥകളുണ്ട് അദ്ദേഹത്തിന്. മനോഹരമായി ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കഥകളുണ്ട്, നോവലുകളുണ്ട്, പുറത്തു വരാത്ത തിരക്കഥകളുണ്ട്. ഞാൻ ഗന്ധർവനിൽ ആ പെണ്ണ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ആ പെണ്ണിന്റെ മനോവ്യാപാരമാണ് അതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത്. കൗമാരക്കാരിയുടെ മനസ്സിൽ അതേ സാധനമാണ് ഇതാ ഇവിടെ വരെയില് ബോൾഡായിട്ടൊരു പെണ്ണിനെയാണ് പത്മരാജൻ കൊണ്ടുവരുന്നത്. അവസാനം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് ഇറങ്ങി പോവാൻ കഴിയുന്ന ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയുന്ന ഒരു പൈലിയുടെ മകൾക്ക് ഔദാര്യം വേണ്ടെന്നാണ് പറയുന്നത്. അവിടെ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോൾഡ്നെസ് ഇല്ലേ അന്നത്തെ ക്യാരക്ടേഴ്സ് അത് കാണിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അന്ന് അത് അത്തരത്തിൽ ചിന്തിച്ചിരുന്നില്ല. ഇവള് പിഴപ്പിച്ച് കളയാം, പിഴപ്പിച്ച് സ്വന്തമാക്കി പിഴപ്പിക്കുന്നതോടുകൂടി നശിച്ചു പോകുന്നായിരുന്നു. അതെ, അങ്ങനെയായിരുന്നു അതുവരെയുള്ള സിനിമകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കാര്യമല്ല, ശരീരമല്ല ജീവിതം എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ആർക്ക് വേണം നിന്റെ ഔദാര്യം? അതോടുകൂടി വിജയിയായി നിന്ന നായകൻ വിശ്വനാഥൻ തോറ്റുപോവുകയാണ്. അതെ അതെ, പൈലിയുടെ മകൾക്ക് നിന്റെ ഔദാര്യം വേണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരുപക്ഷെ തൂവാനത്തുമ്പികൾ നമ്മൾ ചർച്ച ചെയ്തിരുന്ന പെണ്ണിന്റെ ബോൾഡ്നെസ് ഇല്ലെങ്കിൽ പെണ്ണിന്റെ തീരുമാനം എടുക്കാനുള്ള മിടുക്ക്, പ്രോഗ്രസീവ്നെസ്, ഇതിന്റെയൊക്കെ മുൻപേ തന്നെ അമ്മിണിയിലൂടെ ശരിക്കും പത്മരാജൻ അതിനപ്പുറത്തേക്കുള്ളൊരു ബോൾഡ്നെസ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും. മറ്റേ ഇതുണ്ടല്ലോ മാധവി, നവംബറിന്റെ നഷ്ടം, അതല്ലേ പിന്നീട് അടുത്ത കാലത്ത് വന്ന ചില സിനിമകൾ. അത് തന്നെയാണ്, ഞാൻ സിനിമയൊന്നും പറയുന്നില്ല, അത് തന്നെയാണ്, ആ കഥ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കഥാപശ്ചാത്തലം തന്നെയാണ് പിന്നീട് ആ മറ്റ് ഈ വലിയ വിജയിച്ച പിൽക്കാലത്ത് വന്ന സിനിമകളായത്. കൊന്നുകളയുകയാണ്. അതെ അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചത്തുപോകണം പെണ്ണ്. അതെ, അതേ ഉള്ളൂ വഴി. അപ്പോൾ അവിടെ കാമുകനായി ചതിച്ചു വീണ്ടും ചതിക്കുന്നവനെ പെണ്ണില്ലാതാക്കി കളയുകയാണ്. അപ്പം അത്ര ബോൾഡ്നെസ് ഉള്ള പെൺകഥാപാത്രങ്ങൾ. ഇവിടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലും ഇതേ ഒരു സാഹചര്യമുണ്ട്. വില്ലനാൽ പീഡിപ്പിക്കപ്പെടുകയാണ് നായിക. നായിക പീഡിപ്പിക്കപ്പെട്ട പിന്നെ നമ്മുടെ സിനിമയിൽ ഒന്നുകിൽ നായിക ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ ആ പീഡനത്തോടു കൂടി വില്ലനും നായികയും കൂടെ എവിടെങ്കിലും വീണ് മരിക്കുവോ, അങ്ങനെ മരണം. അല്ലാതെ നായികയ്ക്കൊരു പുനരുജ്ജീവനമില്ല. ഇല്ല. പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു ഈ സിനിമ. മറ്റു നേരത്തെയും പല സിനിമകളിൽ ഇത്തരം സൂചനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ നായികയെ കൊണ്ട്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ സ്വീകരിക്കുന്ന തരത്തിൽ ആ നായിക കഥാപാത്രത്തെ മാറ്റിയെടുക്കുന്നു എന്നുള്ളിടത്താണ്. മറ്റ് പല ഈ നായിക പ്രാധാന്യം എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ വലിയ സന്ദേശങ്ങളാണ് ഇത്തരം സിനിമകളിലൂടെ പത്മരാജൻ മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ എത്ര ബോൾഡ്നെസ് ആയിട്ടുള്ള എത്ര പെൺകഥാപാത്രങ്ങളെയാണ് പത്മരാജൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ആ കുടുംബത്തിനകത്തുള്ള പീഡനം എന്ന് പറയുന്ന കഥ സിനിമയ്ക്കുള്ളിൽ പറയാൻ ഒരിക്കലും ആരും തയ്യാറായിരുന്നില്ല. അതെ അതെ അതെ, അവിടെയാണ് പത്മരാജൻ അത്രയും നന്നായിട്ട്, എന്നാൽ അത് അന്നത്തെ പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞതും. അതിനൊരു ക്രാഫ്റ്റ് വേണം. അതെ, അതുകൊണ്ടൊക്കെയാണല്ലോ അത് വലിയ വിജയമായി മാറിയത് സിനിമകൾ. അപ്പം അങ്ങനെ ഒരുപാട് മുനകളും ഒരുപാട് തലങ്ങളുമുള്ള സിനിമകളാണ് പത്മരാജന്റെ സിനിമകൾ. ക്ലാര ശരിക്കും ജയകൃഷ്ണനെ കെട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് പത്മരാജൻ സാറിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഒരിടത്തൊരു പയൽവാനല്ലേ, ആ മനുഷ്യൻ ഒരു ഭയങ്കര ഗുസ്തിക്കാരനും ഭയങ്കര ആരോഗ്യമുള്ള മനുഷ്യനാണ്. പക്ഷെ സത്യത്തിൽ അയാൾക്ക് ശരിക്കുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു? ആരോഗ്യമുണ്ട്, മാനസികാരോഗ്യമില്ലായിരുന്നു. അയാൾക്കൊരു പെണ്ണിനെ കാണുമ്പോൾ മുട്ടിടിക്കും. ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് പത്മരാജൻ തെളിയിച്ചു തന്നില്ലേ? അതെ, ട്രാജിക് കോൺഷ്യസ്നെസ്, ദുരന്ത ബോധം പത്മരാജന്റെ കൃതികളിൽ അങ്ങനെ ഉണ്ടായി. അദ്ദേഹത്തിൽ ഈ ദുരന്തം എന്ന് പറയുന്നത് മരണം, ജ്യേഷ്ഠന്മാരുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മാത്രമല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.